ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ഈ ഈശോയുടെ നാമത്തിൽ നേടിയ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക്, നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഈ ഈശോയുടെ ശക്തി കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഹെരോദോസ് നമുക്കറിയാം, സ്നാപക യോഹന്നാനെ വധിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നിരക്കാത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം അവനെ പ്രേരിപ്പിച്ചു. അവൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് അവൻ അറിയാമായിരുന്നു. സ്നാപക യോഹന്നാൻ പ്രവാചകനാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ കൽപ്പന കൊടുത്തത് അവൻ സ്ഥാപിച്ചിരുന്ന ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധം അവനെ കൊണ്ട് അത് ചെയ്യിച്ചു. നോ പറയാനായിട്ട് സാധിച്ചില്ല. വചനത്തിലെ നിന്റെ ശ്രദ്ധ ഒന്ന് തിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 26-ാം തിരുവചനം. രാജാവ് അതീവ ദുഃഖിതനായി, എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. വചനം പറയുകയാണ്, രാജാവ് ദുഃഖിതനായി, പക്ഷേ അവളുടെ ആഗ്രഹത്തെ നിരസിക്കാനായിട്ട് സാധിച്ചില്ല. ആളുടെയാ? ഹെരോദിയുടെ മകളുടെയാ. കാരണം അവൾ ആവശ്യപ്പെട്ടിരിക്കുക യോഹന്നാൻ്റെ ശിരസാണ്. ദൈവത്തിന് നിരക്കാത്ത ബന്ധവും ദൈവത്തിന് നിരക്കാത്ത ശപഥങ്ങളും ഒരു വ്യക്തിയെ എത്രത്തോളം തകർത്തു കളയുന്നു നാം ഇവിടെ കാണുക. ഇന്ന് ജീവിതത്തിലേക്ക് ഒന്ന് നോക്കണം. നിന്റെ ശപഥങ്ങൾ എങ്ങനെയാ? നിന്റെ ബന്ധങ്ങൾ എങ്ങനെയാ? ജീവിതത്തെ തകർന്നു കളഞ്ഞതിന് ശേഷം, തകർന്നടിഞ്ഞതിന് ശേഷം ചിന്തിക്കേണ്ടതല്ല, ഇപ്പോഴേ വിലയിരുത്തേണ്ടതാ ബന്ധങ്ങളെക്കുറിച്ചും ശപഥങ്ങളെക്കുറിച്ചും നിന്റെ പ്രവർത്തന ശൈലികളെക്കുറിച്ചും. നീ ഈശോയുടേതാണെങ്കിൽ ജീവിത ശൈലികൾ മുഴുവൻ ഈശോയ്ക്ക് ചേർന്നതായിരിക്കും. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിനക്ക് ചേർന്ന ജീവിത ശൈലികൾ രൂപപ്പെടുത്തുവാനായിട്ട് ഈ മകനെ, ഈ മകളെ നീ അനുഗ്രഹിക്കണം. നിനക്ക് വേണ്ടാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റിക്കളയുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കും. ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളും സംരക്ഷണമെല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം